ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർഫുൾ ഇന്ത്യൻ നോവലായിട്ടുള്ള കാന്തപുര റിട്ടൺ ബൈ രാജ റാവു. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 1929 and published in 1938. This novel belongs to the period of modern Indian literature and colonial literature. We know that it's a novel, but more specifically a Sthala Purana, which means a legendary story about a place. And the story takes place in Kandapura, a small village in southwest India around the year 1930. The story is told by Achaka, an old woman from the village, Kandapura, and she speaks in the first person, sharing the tale like an oral history. ഇന്ത്യൻ ട്രഡീഷനിൽ വരുന്നൊരു കാര്യമാണ് എൽഡേഴ്സ് അല്ലേ, അതായത് വലിയമ്മമാർ മുത്തശ്ശിമാർ അവരുടെ മക്കൾക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. സോ അതുപോലെ തന്നെയാണ് ഇതും. സോ ഇതാണ് കാന്തപുര എന്ന നോവലിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ നോവൽ കാന്തപുര. 1947 നമ്മുടെ ഇന്ത്യക്ക് ബ്രിട്ടീഷ് റൂളിൽ നിന്നും ഫ്രീഡം കിട്ടുന്നത്. സോ ഈ ഒരു ബുക്ക് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ഏർലി ഫേസ് വെൻ ഇന്ത്യ വാസ് ട്രൈങ് ടു ബിക്കം ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി എന്നാണെങ്കിലും അതൊരു പൊലിവിൽ പെട്ടെന്നുണ്ടായൊരു സംഭവം ആണോ? അല്ല, ഒരു നീണ്ട വർഷക്കാലം ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ്. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ് മോഹൻദാസ് ഗാന്ധി ആൻഡ് ഓൾസോ കോൾഡ് ഗാന്ധിജി. അദ്ദേഹം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ഫോർ ഫ്രീഡം ആയിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ? യെസ്, അതായത് ഏകദേശം ഒരു 1920s, കറക്റ്റ് പറയുകയാണെങ്കിൽ 1919 ഏപ്രിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ അമൃത്സർ എന്ന സിറ്റിയിൽ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് 1000ഓളം ആളുകൾ ചേർന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി. അതൊരിക്കലും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്കെതിരെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു മസാക്കറിൽ 100ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 1000ഓളം ഇന്നസെൻ്റ് ആയിട്ടുള്ള പീപ്പിളിന് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. സോ ഇതിന് മുമ്പ് വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ഒത്തുതീർപ്പിലായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഗാന്ധിജിക്ക് ഹി ഫെൽറ്റ് ഇറ്റ് വാസ് റോങ് ടു വർക്ക് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതിനെ തുടർന്ന് നമ്മുടെ ഗാന്ധിജി സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് റൂൾ. ഇന്ത്യ ഷുഡ് റൂൾ ഇറ്റ് സെൽഫ്. ഇന്ത്യ ആരുടെ കീഴിലും നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് എന്ത് വേണം? സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് സ്വരാജ്, വിച്ച് മീൻസ് സെൽഫ് റൂൾ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So he told the people to stop using British goods like clothes, alcohol, and leave British jobs and British school, and also not help the British in World War. Okay. അതുകൊണ്ടൊക്കെ തന്നെ ഗാന്ധി വാസ് പുട്ട് ഇൻ ജയിൽ ഫോർ 2 years by British government, and also he did many hunger strikes, which means he stopped eating food to protest in a peaceful way. അതായത് അദ്ദേഹം നിരാഹാര സമരങ്ങൾക്കിടുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു അദ്ദേഹം ഇവിടെ കൊടുത്തത്. അദ്ദേഹം ഒരിക്കലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് മാത്രം അവർക്കെതിരായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ തന്നെ ടു സ്റ്റോപ്പ് യൂസിങ് വയലൻസ് എന്നുള്ളൊരു മെസ്സേജിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനൊരു ഹങ്കർ സ്ട്രൈക്കിന് പോയിരുന്നത്. വെൻ ദേ ബേൺഡ് എ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാഹാര സമരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വേ അല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇത് നമ്മുടെ സെൽഫിനോട് തന്നെ ചെയ്യുന്ന ഒരു വയലൻസ് ആണല്ലോ. ഉപ്പു സത്യാഗ്രഹം, സാൾട്ട് മാർച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതെന്തായിരുന്നു? ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് നല്ല ടാക്സോട് കൂടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടാണ് സാൾട്ട് ഉണ്ടാക്കിയിരുന്നത്. സോ ഇതിനെതിരെയായിട്ട് ഗാന്ധിജി ഏകദേശം 400ഓളം കിലോമീറ്റേഴ്സ് നടക്കുകയാണ് ടു ദ ഓഷ്യൻ. So this is called the Salt March. Okay, so Gandhi walked nearly 400 kilometers to the ocean to make salt because the British were making salt too expensive with the taxes. പിന്നെ പറയുന്നത് അദ്ദേഹം സ്ത്രീകൾക്കും പരിഗണന കൊടുത്തിരുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. He also asked women to join the freedom movement and gave them an important role എന്നും പറയുന്നുണ്ട്.
സോ ഇതൊക്കെ ഈ ഒരു നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്ലോട്ട് സമ്മറി പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏകദേശം 100,000-ഓളം ആളുകളെ, അതായത് അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻസിന് ജയിലിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും നല്ല പീസ്ഫുൾ ആയിട്ട് തന്നെ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരെ നോൺ വയലൻസ് ആയിട്ട് പോരാടിക്കൊണ്ടേ ഇരുന്നു. അങ്ങനെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നൊരു ബിഗ് പ്രൊട്ടസ്റ്റ് നമ്മുടെ ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യാണ്. ദ നെയിം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മീൻസ്, ക്വിറ്റ് ഇന്ത്യ മീൻസ് ബ്രിട്ടീഷ് ലീവ് ഇന്ത്യ. സോ ഇത് എന്തിനാണ് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ദ ബ്രിട്ടീഷ് were still ruling India, so Indians wanted freedom, that's why. So Gandhiji said that it is time for British to go, India must rule itself. അങ്ങനെ അദ്ദേഹം ഒരു പവർഫുൾ സ്പീച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ആളുകളോട് പറയാണ്, ഡു ഓർ ഡൈ. ദാറ്റ് മീൻസ് എയ്തർ വിൻ ഫ്രീഡം ഓർ നെവർ ഗിവ് അപ്പ് ട്രൈങ്. ഒന്നെങ്കിൽ വിജയിക്കുക, അല്ലെങ്കിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയേ ചെയ്യുക, അല്ലേ? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നെവർ ഗിവ് അപ്പ്. സോ ഇതുകൊണ്ട് തന്നെ എന്താണ് ആളുകൾ ചെയ്തതെന്ന് ചോദിച്ചാൽ, പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ പീസ്ഫുൾ പ്രൊട്ടസ്റ്റേഴ്സായിട്ട് മാറുകയാണ്. ആൻഡ് ബ്രിട്ടീഷ് ഓഫീസിലോട്ട് പോകുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് റിഫ്യൂസ്ഡ് ടു ഫോളോ ബ്രിട്ടീഷ് റൂൾസ്. അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാതെ ബ്രിട്ടീഷേഴ്സിനെ ഇന്ത്യയിൽ നിന്നും ലീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ബ്രിട്ടീഷേഴ്സ് സ്വാഭാവികമായിട്ടും സ്കെയേർഡായി, ദേഷ്യമായി. അവർ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒരുപാട് ലീഡേഴ്സിനെ ജയിലിലടച്ചു. ദേ ട്രൈ ടു സ്റ്റോപ്പ് ദ പ്രൊട്ടസ്റ്റ് യൂസിങ് പോലീസ് ആൻഡ് ആർമി. പക്ഷേ ഇതുകൊണ്ടൊന്നും അവരെ എന്താക്കാൻ പറ്റില്ല, അവരുടെ പ്രൊട്ടസ്റ്റിങ് നിർത്താൻ പറ്റില്ല. ദേ കെപ്റ്റ് പ്രൊട്ടസ്റ്റിംഗ്. സോ ദിസ് മൂവ്മെൻറ്റ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇന്ത്യ വുഡ് നെവർ സ്റ്റോപ്പ് അണ്ടിൽ ഇറ്റ് വാസ് ഫ്രീ. ആൻഡ് ഫൈനലി ഇൻ 1947, just 5 years later, the British left India and India became independent. നമുക്കറിയാം, പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രാജ്യങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗാന്ധിജിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം അല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, 1948 ഗാന്ധിജിയെ killed by a man who didn't agree with his ideas. So over 2 million people came to Gandhiji's funeral to show love and respect. സോ ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോറിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി പ്ലോട്ടിലോട്ട് പോകാം. സമ്മറിയുടെ കൂടെ തന്നെ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ റോൾസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. We know that the story is narrated by അച്ചാക്ക. സോ ഒരു ഗോസിപ്പിംഗ് സ്റ്റോറി ടെല്ലറാണ്. നമ്മുടെ ഈ വില്ലേജിലുള്ള, കാന്തപുര വില്ലേജിലുള്ള എല്ലാവരെ കുറിച്ചിട്ടും ഒരു എൻസൈക്ലോപീഡിക് നോളജ് അവരുടെ കൈവശം ഉണ്ട്. അവർ ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരാൻ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ വില്ലേജായിട്ടുള്ള കാന്തപുരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സൗത്ത് വെസ്റ്റ് ഇന്ത്യയിലുള്ള വെസ്റ്റേൺ ഗാർഡ്സ് മൗണ്ടെയ്ൻസിനടുത്തുള്ളൊരു വില്ലേജാണ് കാന്തപുര. ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബ്രിട്ടീഷ് സ്പേസ് ട്രേഡ്. ഇവരുടെ വില്ലേജിൽ ഒരു ഗോഡസ് ഉണ്ട്. നെയിം വരുന്നത് കെഞ്ചമ്മ. കെഞ്ചമ്മയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, കെഞ്ചമ്മ ഹില്ലിൽ ഒരിക്കലൊരു ഡീമോൺ വരികയാണ് കേട്ടോ. അപ്പോൾ ആ ഡീമോണിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് അവരുടെ വില്ലേജസിനെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് നമ്മുടെ കെഞ്ചമ്മ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കെഞ്ചമ്മയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വില്ലേജിലുള്ള ആളുകൾ ഓരോ രീതിയിലുള്ള വഴിപാടുകൾ എല്ലാം നടത്താറുണ്ട്, ഓരോ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദ വില്ലേജ് ഓഫ് കാന്തപുര കൺസിസ്റ്റ് ഓഫ് about 120 houses and perhaps 700 people. 700ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. 120ഓളം വീടുകൾ അവിടെയുണ്ട്. ആൻഡ് ജിയോഗ്രഫിക്കലി ഡിവൈഡഡ് ബിറ്റ്വീൻ 5 മെയിൻ കാസ്റ്റസ്. അതായത് 5 മെയിൻ ആയിട്ടുള്ള കാസ്റ്റുകളും അവിടെ ഉണ്ട്. ബ്രാഹ്മിൻസ്, അവരെ ഫോളോ ചെയ്തുകൊണ്ട് 2 types ഓഫ് ട്രേഡ്സ്മെൻ, പോട്ടേഴ്സ് ആൻഡ് വെവേഴ്സ്, ദെൻ ശുദ്രാസ്, ദെൻ പരിയാസ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും അപ്പർ കാസ്റ്റിൽ പെടുന്നവരുമാണ് ബ്രാഹ്മിൻസ്. ട്രേഡ്സ്മാൻ അവർ പോട്ടേഴ്സ് ആൻഡ് വെവേഴ്സ് ആണ്. ദ ആർ ടേണിങ് ഇൻ ടു ഫാമിംഗ്. ശുദ്രാസ് പറയുന്നത് ലേബേഴ്സ് ആണ്, കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് പരിയാസ് അവർ അൺടച്ചബിൾസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ദ ലീവ് ഹട്ട്സ് അറ്റ് ദ എഡ്ജ് ഓഫ് ടൗൺ. ഓക്കെ, അച്ചാക്ക നമുക്ക് കാന്തപുര വില്ലേജിലെ 2 പവർഫുൾ ആയിട്ടുള്ള ആളുകളെയും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമതായിട്ട് വരുന്നത് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ ഭട്ട എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഗാന്ധി മൂവ്മെൻറ്റിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിനോട് കടം ചോദിച്ച് വരുന്ന വില്ലേജേഴ്സിനോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അവരോട്
നല്ല ഉയർന്ന പലിശ റൈറ്റ്സ് അവർക്ക് ചാർജ് ചെയ്തിട്ട് അവരെ സിസ്റ്റമാറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യണം ഫോർ ഹിസ് ഓൺ ഫിനാൻഷ്യൽ ഗെയിൻ. സോ ആളത്ര വെടിപ്പല്ലാന്ന് സാരം. അതുമാത്രമല്ല ഇന്ത്യൻ്റെ മോഡേണൈസേഷന് അനൗൺസ് ചെയ്തു. കാസ്റ്റ് സിസ്റ്റം വേണം എന്ന് അഭിപ്രായപ്പെടുന്നൊരു വ്യക്തിയാണ്. സോ ഹി പ്രപ്പോസസ് എസ്റ്റാബ്ലിഷിംഗ് എ ബ്രാഹ്മിൻ പാർട്ടി ടു ഫൈറ്റ് മൂർത്തി സ്പ്രെഡിങ് ഗാന്ധിസം. ബ്രാഹ്മിൻ പാർട്ടി എന്തിനാണ് അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇന്ത്യയിൽ എങ്ങനെയാണോ ഉള്ളത് കാസ്റ്റ് സിസ്റ്റം, അതായത് ഒരാളുടെ കീഴിൽ മറ്റാൾ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് എന്നെന്നും നിലനിൽക്കണം എന്നുള്ളതോടുകൂടി എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബ്രാഹ്മിൻ പാർട്ടി ഭട്ട പ്രപ്പോസ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് പട്ടേൽ രംഗെ ഗൗതെ. ശുദ്രാസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ടൈഗർ ഓഫ് ദ വില്ലേജ് എന്നാണ്. ഇദ്ദേഹം ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവാണ്, വില്ലേജ് ഹെഡ്മാനാണ്, ലാൻഡ് ഹോൾഡറാണ്. നമ്മുടെ അച്ചാക്കൾക്ക് പട്ടേലിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഹോട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഗാന്ധിയൻ മൂവ്മെൻറ്റിനെ, ഗാന്ധിയൻ ഐഡിയോളജീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാന്തപുരയിലെ കോൺഗ്രസ് വർക്കിന് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും നമ്മുടെ പട്ടേലാണ്. നമുക്കെങ്ങനെ പറയാമെന്നറിയോ, അതായത് ഒരു ഫോഴ്സ്ഫുൾ പേഴ്സണാലിറ്റിയാണ്, ഒരു ഡിറ്റർമിനേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ ആരും തന്നെ ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ ഓർഡറിനെ ഡിസോബേ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നല്ല കൈൻഡായിട്ടുള്ള, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വില്ലേജിൽ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പട്ടേൽ രംഗെ ഗൗദ എന്ന് പറയുന്നത്. ദിസ് പവർഫുൾ മാൻ യൂസസ് ഓൾ ഹിസ് അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ സപ്പോർട്ട് ഓഫ് മൂർത്തി ആൻഡ് ഹിസ് കോസ്. മൂർത്തിയാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്, അവരെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പട്ടേൽ രംഗെ ഗൗദനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ടൈഗർ ഓഫ് ദ വില്ലേജ് ആണ് അദ്ദേഹം. ഓക്കെ, നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്ന മൂർത്തി ഒരു യങ് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു വ്യക്തിയാണ്, ബ്രാഹ്മിനാണ്. ഈ ഹൈറാർക്കിയൽ കാസ്റ്റ് സിസ്റ്റം ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഇക്വാലിറ്റിയാണ് അദ്ദേഹത്തിന് ഫേവർ ചെയ്യുന്നത്. ഈ ഗാന്ധിജിയുടെ പേഴ്സണാലിറ്റി, ഗാന്ധിജിയുടെ ഐഡിയോളജിയൊക്കെ നമ്മുടെ മൂർത്തിയെ ഒരു കോമൺ വില്ലേജ് മാനിൽ നിന്നും ഒരു ലീഡറാക്കി മാറ്റാണ്. ഓക്കെ, സോ ഗാന്ധിസ് പേഴ്സണാലിറ്റി ഹാസ് ട്രാൻസ്ഫോംഡ് ഹിം ഫ്രം എ കോമൺ വില്ലേജ് മാൻ ഇൻ ടു എ യങ് മാൻ capable of leadership and self-sacrifice and devotion. അദ്ദേഹം നമ്മുടെ ചാക്ക് പറയാണ്, ഹി ഈസ് എ മാൻ വിത്ത് ന്യൂമറസ് ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട്. ആൻഡ് ആളുകളെ ഇൻസ്പയർ ചെയ്യിക്കുന്നതിൽ എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി നമ്മുടെ മൂർത്തിക്ക്. മഹാത്മാഗാന്ധിയുടെ മെസ്സേജുമായിട്ട് നമ്മുടെ മൂർത്തി കാന്തിപുര വില്ലേജിലെ ഓരോ വീടുകളിലും കയറിക്കൊണ്ടേ ഇരുന്നു എന്നാണ് അച്ചാക്ക പറയുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ മൂർത്തി വില്ലേജസിലുള്ള ആളുകളിൽ നിന്നും കുറച്ച് കാശൊക്കെ കളക്ട് ചെയ്യിക്കുന്നുണ്ട്. ഫോർ ടു ഇൻവൈറ്റ് എ ഹരിക്കത്ത മാൻ നെയ്മഡ് ജയറാംചാർ. ജയറാംചാർ എന്ന പേരുള്ള ഒരു വ്യക്തിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ വ്യക്തിയുടെ പ്രത്യേകത ഇപ്പം നമുക്കറിയാമല്ലേ, ബ്രിട്ടീഷ് ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. സോ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഗോൾസിനെ കുറിച്ചിട്ടും ടു ഫ്രീ ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് റൂൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂർത്തി ജയറാംചാർ എന്ന വ്യക്തിയെ അവരുടെ വില്ലേജിലോട്ട് ക്ഷണിക്കുന്നത്. ആൻഡ് ടു ടെൽ അബൌട്ട് മഹാത്മാഗാന്ധിസ് പ്രോമിസ് ടു സേവ് ഇന്ത്യ ഫ്രം ഫോറിൻ ഡോമിനേഷൻ. അങ്ങനെ ഒരു വിധത്തിൽ കാന്തപുര വില്ലേജിൽ ഗാന്ധിജിയുടെ മെസ്സേജ് മൂർത്തി സ്പ്രെഡാക്കിയാണ്. മൂർത്തി സ്റ്റാർട്ട്സ് ഇൻഫ്ലുവൻസിങ് വില്ലേജസ് ടു ഫോളോ ഗാന്ധിസ് ഐഡിയാസ്. അതുകൊണ്ട് തന്നെ ഇത് കാരണമായിട്ട് കാന്തപുര വില്ലേജ് ടോട്ടലി ആയിട്ട് ഒരു ഡിസ്റ്റർബൻസിലോട്ട് പോവുകയാണ്. കാരണം വ്യത്യസ്ത കാസ്റ്റിൽപ്പെടുന്ന ആളുകളാണല്ലോ അവിടെ ഉള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെയുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് വഡേഖാൻ എന്നൊരു പോലീസ്മാൻ അവിടെ എത്തുന്നത്. സോ ഈ പോലീസ്മാൻ ബ്രിട്ടീഷ് രാജിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ നോവലിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ വഡേഖാന് ആ വില്ലേജിൽ തുടരാൻ സാധിച്ചില്ല. കാരണം പട്ടേൽ രംഗെ ഗൗദ അദ്ദേഹത്തിന് അതിന് സമ്മതിച്ചില്ല. തുടർന്ന് ഹി ഗോസ് ടു ദ സ്കെഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റ് വെർ എ ഹട്ട് ഈസ് അലോക്കേറ്റഡ് ടു ഹിം. ഓക്കെ, അങ്ങനെ സ്കെഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റിലോട്ട് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ താമസിക്കാനൊരു സ്ഥലം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവനെന്തായി, അവിടെ കംഫർട്ടബിളായി റെഡിയായി. അപ്പോൾ എന്തെയാണ്, ഹി മൂവ്സ് എബൌട്ട് ദ വില്ലേജ് സീക്രറ്റ്ലി വാച്ചിങ് ദ പീപ്പിൾ. വില്ലേജിലുള്ള ആളുകൾ സീക്രട്ടായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വില്ലേജിലോട്ട് പോകും. ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ ആൻഡ് പാസിങ് ഇറ്റ് ഓൺ ടു ദ സിറ്റി അതോറിറ്റീസിലോട്ട് അദ്ദേഹം പാസ് ചെയ്യുകയാണ് ആ ഇൻഫർമേഷൻ. കൂടാതെ തന്നെ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള കമ്പനി ആയിട്ടുള്ള ഭട്ടയുമായിട്ട് കൂടിയിട്ട് ഗാന്ധി മൂവ്മെൻറ്റിനെ എതിർക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെക്കുറിച്ചിട്ട് പറയാനുള്ളത്, ബഡേഖാനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. പിന്നീട് എന്താണ് കഥയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഗാന്ധിയൻ ആക്ടിവിറ്റീസുമായിട്ട് നമ്മുടെ മൂർത്തി ആളുകളെ എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ്. ആൻഡ് ടു സ്പിൻ ദെയർ ഓൺ വൂൾ ആൻഡ് വീവ് ക്ലാഡി ക്ലോത്ത് സ്വയം ഉണ്ടാക്കി കണ്ട്, അതായത് ബ്രിട്ടീഷ് അവരുടെ ക്ലോത്ത്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഗാന്ധിസ് ബിലീഫ് ദാറ്റ് യൂസിങ് ഫോറിൻ ഗുഡ് മേക്സ് ഇന്ത്യ പുവർ. ഫോറിൻ ഗുഡ്സ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് റൂൾ എന്നുള്ളൊരു സംഭവം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉണ്ടാക്കുക, ഫോറിനേഴ്സിനെ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ള മെസ്സേജുമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെയറിംഗ് ക്ലോത്ത് ഈസ് ഓൾസോ സീൻ ആസ് സ്പിരിച്വൽ ആക്ടിവിറ്റി ബൈ ഗാന്ധി. നമ്മൾ ഭട്ടയെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഈ ഗാന്ധിജിയുടെ ഐഡിയോളജിനെ ഗാന്ധിസം എതിർത്തുകൊണ്ട് ഒരു ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന വ്യക്തികളാണ് വാട്ടർഫാൾ വെങ്കമ്മ, ടെമ്പിൾ പ്രീസ്റ്റ് ആയിട്ടുള്ള രംഗപ്പ ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ലക്ഷമ്മ, മൂർത്തിയുടെ മദറായിട്ടുള്ള നരസമ്മ, ഭട്ടയുടെ വൈഫായിട്ടുള്ള ചിന്നമ്മ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഗാന്ധിസം, മൂർത്തിയുടെ ഗാന്ധിസം എന്നുള്ളതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് ബ്രാഹ്മിൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുള്ള വ്യക്തികളാണ്. ഓക്കെ, ആൻഡ് പിന്നെ വരുന്നത് മൂർത്തിയുടെ ഡെഡിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നില്ലേ, സ്വന്തം അമ്മ വരെ തനിക്ക് എതിരായിട്ട് ഉണ്ട്. അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ മൂർത്തി ഹാസ് എ വിഷൻ ഓഫ് ഗാന്ധി സ്പീക്കിംഗ് ടു ഹിം. മൂർത്തിയുടെ വിഷൻ എന്താണ്, അതിൽ നിന്ന് തന്നെ മാറാതെ അതിൽ അയാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹി ഡിസൈഡ് ടു ഫുള്ളി ഡെഡിക്കേറ്റ് ഹിസ് ലൈഫ് ടു ഗാന്ധിസ് മിഷൻ. വേറെ ഒരു കാര്യത്തിലോട്ടും പോകാതെ ഇതിൽ മാത്രമായിട്ട് ഡെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മൂർത്തി. ആൻഡ് അദ്ദേഹത്തിന് ഒരു റിച്ച് വിഡോ ആയിട്ടുള്ള രംഗമ്മ എന്നുള്ളൊരു വ്യക്തി സപ്പോർട്ട് ചെയ്യുകയാണ്. മൂർത്തി സ്റ്റോർസ് സ്പിന്നിങ് വീൽസ് ആൻഡ് ബുക്സ് എബൌട്ട് നോൺ വയലൻസ് അറ്റ് രംഗമ്മാസ് ഹൗസ്. സോ ഹിയർ രംഗമ്മ ആരാന്ന് പറയേണ്ടി വരും, എന്നാലേ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാന്തപുര വില്ലേജിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. അതിലൊരാളാണ് രംഗമ്മ. അവൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയും അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള വ്യക്തി കൂടിയാണ് രംഗമ്മ. ഗാന്ധിയൻ മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡറി ലീഡറാണ് നമ്മുടെ ചൈൽഡ്ലെസ് വിഡോ ആയിട്ടുള്ള രംഗമ്മ എന്ന് പറയുന്നത്. അവളൊരു വെൽത്തി സിറ്റി ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ മരണശേഷം ഒരു ലാർജ് ഹൗസിലാണ് അവൾ താമസിക്കുന്നത്. ഈ ഒരു വീടാണ് പിന്നീട് കാന്തപുര വില്ലേജിലെ ഒരു കോൺഗ്രസിൻ്റെ ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റിനെയും ഒരു സെൻറ്ററായിട്ട് വരുന്നത്. ഇവൾ തുടക്കത്തിൽ ഇറോഷൻ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം വന്ന സമയത്ത് ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഷീ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് വില്ലേജസ് ടു ജോയിൻ മൂർത്തീസ് മൂവ്മെൻറ്റ്. മൂർത്തിയുടെ ഓർഗനൈസിങ് ദ കോൺഗ്രസ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് രംഗമ്മ. ഫ്രീഡം സ്ട്രഗിളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് രംഗമ്മ. ആൻഡ് ഷീ ഓൾസോ ലീഡ്സ് ദി ഗ്രൂപ്പ് ഓഫ് വിമൻ വളണ്ടിയേഴ്സ്. രംഗമ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു വെൽ റീഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഷീ ബിഗിൻസ് ടു പബ്ലിഷ് എ ന്യൂസ് പേപ്പർ ദാറ്റ് ക്വിക്ക്ലി സ്പ്രെഡ്സ് ന്യൂസ് ഓഫ് നാഷണൽ ഗാന്ധിയൻ മൂവ്മെൻറ്റ് അറൗണ്ട് കാന്തപുര. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അവരെ കുറിച്ചിട്ട്. എന്നാൽ നമ്മുടെ മൂർത്തിക്ക് പല സൈഡിൽ നിന്നും ഓരോ രീതിയിലുള്ള ഒപ്പോസിഷൻ വന്നു. അങ്ങനെ വന്നതായിരുന്നു റീജിയണൽ ഹിന്ദു റിലീജിയസ് ലീഡറുടെ ഭാഗത്തു നിന്നുമുള്ള ഒപ്പോസിഷൻ. Okay, so the powerful Sumi in Mysore promised to excommunicate anyone who pollutes the traditional system by interacting with the people from different castes. So തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അതായത് ലോവർ കാസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏതൊരാളെയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്നൊരു സ്വാമി പറയാണ്. അത് വെറും ഒരു സ്വാമിയല്ല, വളരെ പവർഫുള്ളായിട്ടുള്ള മൈസൂരിലെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വാമിയായിരുന്നു. സോ ഇതുമൂലം നമ്മുടെ മൂർത്തി എന്താവാണ്, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം മൂർത്തി ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഒരു കാസ്റ്റ് സിസ്റ്റം അതിന് ഇറോഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും അത് മാത്രമല്ല ഒരു ഇക്വാലിറ്റിയെ ഫേവർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഗാന്ധിയൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കാന്തപുര വില്ലേജിലെ എല്ലാ ദിവസവും എല്ലാ ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും തീരുമാനപ്രകാരം നമ്മുടെ മൂർത്തി അങ്ങനെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ചെയ്യപ്പെടുകയാണ്. സോ മൂർത്തിയുടെ മദറെ പെട്ടെന്ന് ഇത് കേൾക്കുകയും ആ ഒരു ഹാർട്ട് ബ്രേക്ക് മൂലം അവർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൂർത്തിയുടെ മദറിൻ്റെ പേരെന്തായിരുന്നു, നരസമ്മ. പക്ഷേ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ മൂർത്തി ഒരു തരി പിന്നോട്ട് മാറാൻ റിഫ്യൂസ് ചെയ്തു. ആൻഡ് ഹി റിഫ്യൂസസ് ടു ഗിവ് അപ്പ് ഗാന്ധിസ് പാത്ത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു ഡെഡ് ബോഡി ക്യാരി ചെയ്യുകയാണ്. ഇത് കണ്ട സ്വാമി അദ്ദേഹത്തിൻ്റെ മൂർത്തിയുടെ ഓൾ ഫാമിലിയെയാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ മൂർത്തി എന്താവാണ്, മൂർത്തി രംഗമ്മയുടെ വീട്ടിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഇതിലൊരു മെയിൻ പ്ലോട്ടുമുണ്ട്, ഒരു സബ് പ്ലോട്ടും വരുന്നുണ്ട്. ഓക്കെ,
നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഇതിൻ്റെ മെയിൻ പ്ലോട്ടാണ്. ദ മെയിൻ പ്ലോട്ട് ഡീൽസ് വിത്ത് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഗാന്ധി മൂവ്മെൻറ്റ് ഓൺ റിമോട്ട് സൗത്ത് ഇന്ത്യൻ വില്ലേജ് കോൾഡ് കാന്തപുര. ആൻഡ് ഇതിന് സബ് പ്ലോട്ട് വരുന്നത് സ്കെഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മേസ്ത്രി അതായത് സൂപ്പർവൈസർ നമ്മുടെ വില്ലേജിൽ നിന്നും പുവർ വർക്കേഴ്സിനെ കൂലീസിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കോഫി സ്കെഫിംഗ്ടൺ എസ്റ്റേറ്റിൽ നല്ല ടെറിബിൾ കണ്ടീഷനിൽ ഹാർഡ് ലാബർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇവരുടെ വേജസ് വളരെ ലോ ആണ്. അതുമാത്രമല്ല ഇവരുടെ സാഹിബ് ഇവരുടെ ഈ വർക്കേഴ്സ് ഫോർ ലൈഫിന് എന്തൊക്കെയോ ട്രാപ്പുകൾ ചെയ്യാണ് കേട്ടോ. സോ ഹി യൂസസ് ട്രിക്സ് ടു ട്രാപ്പ് വർക്കേഴ്സ് ഫോർ ലൈഫ് ഇൻക്ലൂഡിങ് ലൈക്ക് ബീറ്റിംഗ് ദം, raising prices on daily goods, stealing their wages, encouraging drinking at the local toddy stand. No worker has escaped in 10 years. ഓക്കെ, അങ്ങനെ അവിടെ എന്താണ് ഒരു പുതിയ സാഹിബ് വരുന്നുണ്ട്. നമ്മുടെ പഴയ സാഹിബിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് എന്ന് പറയപ്പെടുന്നു. അതായത് കൈൻഡർ ടു മെൻ ബട്ട് അബ്യൂസസ് വിമൻ. And he raped several women and is involved in murder case after killing a father who wouldn't give up his daughter. സോ അപ്പോൾ നമുക്കൊരിക്കലും കൈൻഡാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ദ കണ്ടീഷൻ ഓഫ് സ്കെഫിംഗ്ടൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ മൂർത്തി അറിഞ്ഞതുകൊണ്ട് തന്നെ മൂർത്തിയുടെ ഗ്രൂപ്പും അതേപോലെ തന്നെ ക്ലർക്ക് പേര് വരുന്നത് വാസുദേവ് എന്നാണ്. ഇവ രണ്ട് പേര് കൂടിയും ചേർന്നിട്ട് കൂലീസിനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയാണ്. അങ്ങനെ അത് പഠിപ്പിച്ചതിന് ശേഷം കൂലീസിന് ഫ്രീഡം മൂവ്മെൻറ്റിലോട്ട് ക്ഷണിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്താണ് ഒരു പോലീസ് ഇൻ്റർഫറൻസ് വരുന്നത്. നമുക്കറിയാം ബഡേഖാൻ അവിടെയാണ് വർക്കേഴ്സിൻ്റെ കൂടിയാണ് താമസിക്കുന്നത് എന്ന്. സോ ഈ ഒരു ലിറ്ററസി സെഷനിൽ ഒരു ബ്രേക്സപ്പ് വരുത്താണ് ബഡേഖാൻ വന്നിട്ട്, അതായത് അനുവദിക്കുന്നില്ല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ വിച്ച് മേക്സ് മൂർത്തി ഈവൻ മോർ ഡിറ്റർമിൻഡ്. ഇതാക്കിയപ്പോൾ നമ്മുടെ മൂർത്തിക്ക് ശരിക്കും പറഞ്ഞാൽ വാശി കൂടുകയാണ് ചെയ്തത്. ആ എസ്റ്റേറ്റിൽ അതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബഡേഖാന് അവിടെയുള്ള കൂലി വിമൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് പുള്ളിങ് ഹിസ് ബിയേർഡ് എന്ന് പറയുന്നു. നമ്മുടെ മൂർത്തി ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുകയാണ് ഫോർ ദ വയലൻറ്റ് ആക്ട് ഈവൻ ദോ ഹി ബിലീവ്സ് ഇൻ നോൺ വയലൻസ്. സോ അതിനുശേഷം നമ്മുടെ മൂർത്തി വില്ലേജിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഒരു പ്യൂരിഫൈ ചെയ്യിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് 3 ദിവസം നോമ്പെടുക്കുകയാണ്. ആൻഡ് ഹി ഹാസ് സ്പിരിച്വൽ വിഷൻസ് ഓഫ് ശിവ ആൻഡ് ഹരി. ഈ ഒരു സമയത്ത് മൂർത്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് ലോ ആയ സമയത്ത് രത്നയൊക്കെയാണ് അദ്ദേഹത്തിനെ ടേക്ക് കെയർ ചെയ്തത്. ഈ രത്ന എന്ന് പറയുന്ന ക്യാരക്ടറും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കമലമ്മയുടെ ഡോട്ടറാണ്, ഒരു യങ് വിഡോ ആണ്. ഷീ ബിക്കം എ വിഡോ വെൻ ഷീ വാസ് ഹാർഡ്ലി 15 years ഓഫ് ഏജ്. 15 വയസ്സായപ്പോൾ തന്നെ അവരെന്താവാണ്, വിധവ ആവുകയാണ്. ആഫ്റ്റർ രത്ന ബിക്കംസ് എ വിഡോ, അവരുടെ മദർ അവരെന്തെയാണ്, പുറത്താക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വില്ലേജ് ട്രീറ്റ്സ് ഹർ ആസ് എ പരിയ ആൻഡ് എ സോഴ്സ് ഓഫ് ഷെയിം. ഓക്കെ, രത്ന ഈസ് എ യങ് എഡ്യൂക്കേറ്റഡ് വുമൺ ആണ്, നല്ല പ്രോഗ്രസീവ് വ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ്. അവൾ എന്താ പറയുക, ഒരു വിഡോ ആണെങ്കിലും അതുപോലെ ഡ്രസ്സൊന്നും ധരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വിഡോ കൺവെൻഷണൽ സ്റ്റൈലിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഷീ വിയേഴ്സ് ബാംഗിൾസ് ആൻഡ് കളേർഡ് സാരീസ്. അവൾ നല്ല ബോൾഡായിട്ടുള്ള കോൺവെർസേഷണൽ വിറ്റിയുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയായിരുന്നു. ഷീ ഈസ് മച്ച് ക്രിറ്റിസൈസ്ഡ് ഫോർ ഹെർ അൺകൺവെൻഷണൽ വേയ്സ്. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ എന്ത് ചെയ്തില്ല, ആ ഒരു ക്രിറ്റിസിസം ഷീ ഡസൻ കെയർ ആൻഡ് ഷീ ചൂസസ് ഹെർ ഓൺ പാത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. അവൾ ഗാന്ധിയൻ മൂവ്മെൻറ്റിൽ ഒരു കീൻ ഇൻട്രസ്റ്റ് ടേക്ക് ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മുടെ മൂർത്തിയെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് രത്നയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ. പിന്നെന്താണ്, ഹി റിക്കവേഴ്സ് വിത്ത് ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. ആ ഒരു ആഫ്റ്റർ 3 days ഓഫ് ഫാസ്റ്റ് അവനെന്താണ്, ആ ഒരു ഗ്രേറ്റർ സ്ട്രെങ്ത് എനിക്ക് കിട്ടുകയാണ്. പിന്നെന്താണ്, മൂർത്തിയുടെ ന്യൂ ക്യാമ്പയിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വെങ്കമ്മയും വട്ടയും നമുക്കറിയാമല്ലോ അല്ലേ, നല്ലൊരു ത്രെഡ്സൊക്കെ ഭീഷണി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൂർത്തി ഗാന്ധിജിയെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഹി റെസ്പോൺസ് വിത്ത് ലവ് ആൻഡ് ഹി പ്ലാൻസ് ടു സ്റ്റാർട്ട് എ ഡോണ്ട് ടച്ച് ദ ഗവൺമെൻറ് ക്യാമ്പയിൻ ആസ് പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. മൂർത്തി അദ്ദേഹത്തിൻ്റെ പ്ലാന് പട്ടേൽ റാങ്ക് ഗൗഡയുമായിട്ട് ഷെയർ ചെയ്തു. നമ്മുടെ ഗൗഡ അതിന് എഗ്രി ചെയ്യാണ്. ഗാന്ധിജിയുടെ ഐഡിയൽസിനും അതുപോലെ മൂർത്തിയുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ദേ ഫോം എ വില്ലേജ് കോൺഗ്രസ്. ഒരു വില്ലേജ് കോൺഗ്രസ് അവർ രണ്ടുപേരും കൂടി ഫോം ചെയ്യാണ്. എ ലോക്കൽ ബ്രാഞ്ച് ഓഫ് ഗാന്ധിസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻഡ് മൂർത്തി രചനയെ വിസിറ്റ് ചെയ്തു. എ ഫോമർ കൂലി നൗ ലിവിങ് ആസ് പരിയ ഇൻ ദ വില്ലേജ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു എസ്റ്റേറ്റിൽ നിന്ന് ഓടി വന്ന വ്യക്തിയാണ്, അവിടുത്തെ കൂലി ആയിരുന്നു.
പിന്നീട് അത് നമ്മുടെ കാന്തപുര വില്ലേജിലോട്ട് വന്നതാണ്. സോ മൂർത്തി ഫീൽസ് നെർവസ് അബൌട്ട് എൻറ്ററിങ് എ പരിയാസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് മിൽക്ക് ഓഫേർഡ് ബൈ രചനാസ് വൈഫ് ഡ്യൂ ടു ഹിസ് ബ്രാഹ്മിൻ അപ്ബ്രിങ്ങിങ്. പക്ഷേ ഡെസ്പൈറ്റ് ഹിസ് എസ്റ്റേഷൻ ആ മിൽക്ക് അവൻ അക്സെപ്റ്റ് ചെയ്യുകയും അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ആൻഡ് ഹി മോട്ടിവേറ്റ്സ് ദ പരിയ വിമൺ ടു സ്റ്റാർട്ട് സ്പിന്നിങ് ക്ലോത്ത് ആൻഡ് ജോയിൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ്. നമ്മുടെ മൂർത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പിന്നിങ് ക്ലോത്ത് സ്റ്റാർട്ട് ചെയ്യാനും ഫ്രീഡം മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്യാനും ഈ പറയുന്ന വ്യക്തിയുടെ വൈഫിനോട്, അതായത് രചനയുടെ വൈഫിനോട് പറയുന്നുണ്ട്. When he returns, Rangama asks him to enter from the back and drink gang's water to purify himself, reflecting ഒരു കാസ്റ്റ് ബിലീഫ്സിലെ നമ്മൾ എത്രത്തോളം ഈ ഒരു കാസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി രംഗമ്മക്ക് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഒഴിവാക്കുക എന്നുള്ളതിൽ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മൂർത്തിയുടെ സപ്പോർട്ടറായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂർത്തി ഈ ഒരു പരിയ കമ്മ്യൂണിറ്റിയുടെ വീട്ടിലോട്ട് പോയിട്ട്, പരിയ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് മിൽക്ക് കുടിച്ച് തിരിച്ച് വന്ന സമയത്ത് രംഗമ്മ പറയാണ് വീടിൻ്റെ മുൻവശത്തോട് കയറാതെ ബേക്ക് വശത്തോട് കയറാൻ വേണ്ടിയിട്ട്. സോ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ഇല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ആ കാസ്റ്റ് ബിലീഫ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഭട്ടക്കൊരു ഐഡിയ തോന്നുന്നത്. വാട്ടർഫാൾ വെങ്കമ്മ എന്നുള്ളൊരു സ്ത്രീയുണ്ട്. ഇവരൊരു ബിറ്ററായിട്ടുള്ള ഒരു ബ്രാഹ്മിൻ വുമൺ ആണ് നമ്മുടെ കാന്തപുര വില്ലേജിലെ. സോ ഈ ഒരു വെങ്കമ്മ ഗാന്ധിയൻ ക്യാമ്പയിൻസിൻ്റെ ഒരു മോസ്റ്റ് വോക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ ക്രിട്ടിക് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇവർ രംഗമ്മയെ വളരെ ഈറയാണ്. സോ രംഗമ്മ എന്ന് പറയുന്നത് ഇവരുടെ സിസ്റ്റർ ഇൻ ലോ ആണ്, നാത്തൂനാണ്. സോ നമുക്കറിയാം ഷീ ലിവ്സ് ഇൻ ഹെർ ബ്രദേഴ്സ് ഓൾഡ് ഹൗസ്. അത് മാത്രമല്ല ഈ മൂർത്തിയെയും ഇവൾക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ he rejected her daughter's hand in marriage. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻ്റർമിക്സിങ് ഓഫ് കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വില്ലേജിനെ തന്നെ പൊല്യൂട്ട് ചെയ്യുകയാണല്ലോ മൂർത്തി ചെയ്തത്. സോ ഇതൊക്കെ കാരണമായിട്ട് വാട്ടർഫാൾ വെങ്കമ്മക്ക് നല്ല രീതിയിൽ ആരോടുണ്ട്, മൂർത്തിനോടുണ്ട്, അതുപോലെ തന്നെ രംഗമ്മയോടുണ്ട്. സോ ഇവരുടെ കൂട്ട് പിടിക്കുകയാണെങ്കിൽ ഭട്ടക്ക് തോന്നുന്നു അതൊന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഭട്ട കണ്ടെത്തുന്ന ബുദ്ധി എന്ന് വെച്ചാൽ വാട്ടർഫാൾ വെങ്കമ്മയുടെ മകൾക്കൊരു ഹസ്ബൻഡിനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ അറേഞ്ച്ഡ് ഹെർ മാരേജ് വിത്ത് അഡ്വക്കേറ്റ് സീനപ്പ. ഈ സീനപ്പ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് വിഡോവറാണ്. അത് മാത്രമല്ല നമ്മുടെ ഭട്ടയുടെ ഫേവററ്റ് ലോയർ കൂടിയാണ്. അപ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡ്യൂറിങ് ദ ഹോളി ഫെസ്റ്റിവൽ ഓഫ് കാർത്തിക് അത് പോലീസ് രംഗമ്മയുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മൂർത്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഈ ഒരു സമയത്ത് രചന ഉറക്കനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് മഹാത്മാഗാന്ധി കി ജയ് എന്നുള്ള സ്ലോഗനൊക്കെ വിളിച്ചിട്ട്. സോ നമുക്കറിയാം ആരാണ് രചന എന്ന് പറയുന്നതും ഗാന്ധിയുടെ ഫോളോവറാണ്. We know that Rajana is a coolie who joins the Gandhians early in the novel Kantapura. ആൻഡ് സ്കെഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റിൽ നിന്ന് അവിടുത്തെ മേസ്ത്രി സൂപ്പർവൈസർ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്, അടിച്ചോടിക്കുന്നുണ്ട്. ആഫ്റ്റർ ബീങ് എവിക്റ്റഡ് അവൻ എന്ത് ചെയ്യാണ്, ഹി മൂവ്സ് ടു കാന്തപുര ആസ് എ പരിയ. ഓക്കെ, സോ അത് മാത്രമല്ല ആൻഡ് ബിക്കംസ് ദ ഫോർത്ത് ലീഡർ ഓഫ് ദ വില്ലേജ് കോൺഗ്രസ്. അത് മാത്രമല്ല നോൺ ആസ് ദ മോസ്റ്റ് ഫിയർലെസ് എമംഗ് ദ ഗാന്ധിയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത നമ്മുടെ രചന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പോലീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പോലീസ് സ്റ്റാർട്ട് ബീറ്റിംഗ് ആൻഡ് അറസ്റ്റിംഗ് മോർ വില്ലേജസ്. മൂർത്തിയെ മാത്രമല്ല അവിടെയുള്ള വില്ലേജസിനെ, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗാന്ധിയൻ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആൻഡ് എ ടോട്ടൽ ഓഫ് 17 പീപ്പിൾ, ബട്ട് ഓൺലി മൂർത്തി റിമൈൻസ് ഇൻ കസ്റ്റഡി, ദ അതേഴ്സ് ആർ റിലീസ്ഡ്. ബാക്കി എല്ലാവരും പോലീസ് റിലീസ് ചെയ്തു, പക്ഷെ നമ്മുടെ മൂർത്തിയെ മാത്രം ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ മൂർത്തി ലോയേഴ്സിൽ നിന്ന്, സ്പിരിച്വൽ ലീഡേഴ്സിൽ നിന്നൊക്കെയുള്ള ഹെൽപ്പൊക്കെ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഡ്വക്കേറ്റ് ശങ്കർ, അതായത് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആണ് ഫ്രം കർവാർ. സോ ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ മൂർത്തിയോട് പറയുന്നുണ്ട് നാഷണൽ മൂവ്മെൻറ്റിന് ഇപ്പോൾ അദ്ദേഹത്തെ വളരെയധികം ആവശ്യമാണ്. സോ ദ നാഷണൽ മൂവ്മെൻറ്റ് നീഡ്സ് ഹിം ഫ്രീ. അവന് ഫ്രീ ആയിരിക്കുക, അതായത് കസ്റ്റഡിയിൽ നിന്നും റിലീസ് ആകുക എന്നുള്ളത് നാഷണൽ മൂവ്മെൻറ്റിനാണ് ഏറ്റവും ആവശ്യം എന്നുള്ളത്. അങ്ങനെ മൂർത്തി ബോസ് ടു ശങ്കർ ആൻഡ് ശങ്കർ ഹോൾഡ്സ് എ ലാർജ് പബ്ലിക് മീറ്റിംഗ് ടു സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ മൂർത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലാർജ് പബ്ലിക് മീറ്റിംഗ് തന്നെ നമ്മുടെ ശങ്കർ എന്നൊരു അഡ്വക്കേറ്റ് ഒരുക്കുന്നുണ്ട്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് വന്നിട്ട് ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈ ന്യൂസുകളൊക്കെ നമ്മുടെ കാന്തപുര വില്ലേജിലുള്ള എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗമ്മ ന്യൂസ് പേപ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ വില്ലേജേഴ്സ്, ഈവൻ ദ ഇല്ലിറ്ററേറ്റ് വൺസ്, അതായത് എഴുത്തും വായനയും അറിയാത്ത ആളുകൾ കൂടി ഈ ന്യൂസുകൾ കേൾക്കാനും അതിനെ ഡിസ്കസ് ചെയ്യാനും മൂർത്തിയുടെ റിലീസ് എപ്പോൾ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ അവർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ വില്ലേജിലെ ടൈഗർ എന്നറിയപ്പെട്ടിരുന്ന പട്ടേൽ രാജെ ഗൗദയെ അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫയർ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ന്യൂ പട്ടേലിനെ, ന്യൂ വില്ലേജ് ഹെഡിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു ഭാഗം. നമ്മുടെ മൂർത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 3 മാസത്തോളം പ്രിസണിൽ തന്നെ ആയിരുന്നു.
സോ ഈ ഒരു സമയത്ത് അവിടെയുള്ള വില്ലേജേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് നമ്മുടെ രത്നയാണ്. സോ രത്ന ബിക്കംസ് ദ മൂവ്മെൻറ്റ്സ് ലീഡർ ഡ്യൂറിങ് ദ ഫൈനൽ പ്രൊട്ടസ്റ്റ്. ആൻഡ് അവൾ ഒരു ഗ്രേറ്റ് കറേജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഗവൺമെൻറ് റിപ്രഷനെയും അതുപോലെ പോലീസ് ആക്ഷനെയൊക്കെ അവൾ ഫേസ് ചെയ്തു. ഷീ ഈസ് ഡിസോണേഡ്, ബീറ്റൺ അപ്പ് ആൻഡ് സെൻഡ് ടു ജയിൽ ആസ് എ കോൺസിക്വൻസ്. പക്ഷേ അവൾ ഇതെല്ലാം എന്താണ് സഫേഴ്സ് ചെയ്യാണ്, വളരെ പേഷ്യൻ്റ് ആയിട്ട്. ഷീ സഫേഴ്സ് എവറിത്തിങ് പേഷ്യൻ്റ്ലി. സോ നമുക്ക് എന്ത് പറയാം, രത്ന സ്റ്റാൻഡ്സ് ഫോർ എഡ്യൂക്കേറ്റഡ് പ്രോഗ്രസീവ് വുമൻഹുഡ് ഓഫ് ഇന്ത്യ. അങ്ങനെ 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മുടെ മൂർത്തി റിലീസാകാണ്, റിട്ടേൺ ചെയ്യാണ്. ഈ ഒരു സമയത്ത് വില്ലേജസിൻ്റെ സപ്പോർട്ട് ഡിവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വെങ്കമ്മ ആ ഒരു ഡേ ആണ് അവരുടെ മകളുടെ വിവാഹം നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഓൺ ദ ഡേ ഓഫ് മൂർത്തീസ് റിട്ടേൺ വില്ലേജസ് ഒക്കെ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഹി ഡസൻ അപ്പിയർ. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത്, ദ ലേറ്റർ ഫൈൻഡ് ഔട്ട് ദ പോലീസ് സീക്രട്ട്ലി ബ്രോട്ട് ഹിം ടു രംഗമ്മാസ് ഹൗസ്. രംഗമ്മയുടെ വീട്ടിൽ സേഫായിട്ട് അവിടെ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് അവർ എവിടെ നിന്നൊക്കെയോ കേൾക്കാണ്. സോ ദ വില്ലേജസ് റിച്ച് ദർ ആൻഡ് ഷൗട്ട് ദ ഗാന്ധിയൻ സ്ലോഗൻസ് ആൻഡ് നിയർലി ക്ലാഷ് വിത്ത് ദ പോലീസ് അഗെയിൻ. വീണ്ടും പോലീസുമായിട്ടൊരു ക്ലാഷ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ശേഷവും നമ്മുടെ മൂർത്തി സത്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ റിജക്റ്റ് ചെയ്തുകൊണ്ടും സ്പിൻ വൂൾ ഡെയിലി ചെയ്തുകൊണ്ടും ഒക്കെ എല്ലാവരോടും ഈ രീതിയിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ദ വില്ലേജസ് ക്ലോസ്ലി ഫോളോ ഗാന്ധീസ് സാൾട്ട് മാർച്ച് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് സാൾട്ട് ടാക്സ്. അതെന്താ നമ്മൾ കഥയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പു സത്യാഗ്രഹം അല്ലേ. സോ അങ്ങനെ എന്ത് ചെയ്യാണ്, അവരെല്ലാവരും നമ്മുടെ ഗാന്ധി സീലെത്തിയ സമയത്ത്, കടലിൻ്റെ അവിടെ എത്തിയ സമയത്ത് എന്തെയാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് ഹിമാവതി റിവറിൻ്റെ അവിടെ പോയിട്ട് കുളിക്കുകയാണ്. ദ ബാത്ത് ഇൻ ദ ഹിമാവതി റിവർ അറ്റ് ദ എക്സാക്ട് ടൈം ഗാന്ധി റീച്ചസ് ദ സീ. ഒരു എന്താണ് ആൻഡ് പോലീസ് ബിഗിൻ മാസ് അറസ്റ്റ്. വെൻ ഗാന്ധി ഈസ് അറസ്റ്റഡ്, നമ്മുടെ മൂർത്തിയും രംഗമ്മയും ചേർന്നിട്ട് ദ ലോഞ്ച് ദ ഡോണ്ട് ടച്ച് ദ ഗവൺമെൻറ് ക്യാമ്പയിൻ എന്നുള്ളൊരു സംഭവം ലോഞ്ച് ചെയ്യാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊട്ടസ്റ്റിംഗ് ടോഡി സ്റ്റാൻഡ്സ്, അതായത് മദ്യത്തിനെതിരെ അല്ലേ. പിന്നെന്താണ്, ടാക്സസ് പേ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നു, കൊളോണിയൽ ലോസിനെ ഡിസോബേ ചെയ്യുന്നുണ്ട്, ഒരു പാരലൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് റാഞ്ചെ ഗൗഡെ ആസ് എ വില്ലേജ് പാട്ടൽ. അത് വില്ലേജ് പാട്ടലിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പുതിയതായിട്ട് മാറ്റിയിരുന്നല്ലോ, ന്യൂ പട്ടേലിനെ വെച്ചില്ലായിരുന്നു. അത് നമ്മുടെ ആരാണ്, റാഞ്ചെ ഗൗഡെ ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരു പാരലൽ ഗവൺമെൻറ് അവരുടെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ്. 139ഓളം വില്ലേജേഴ്സ് ചേർന്നിട്ട് മാർച്ച് ചെയ്യാണ് നമ്മുടെ സ്കിഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റിലോട്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഒരു സപ്ലോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് പോലീസ് ഇൻസ്പെക്ടർ അത് നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ ഓർഡർ കൊടുത്തിരുന്നു. പക്ഷേ മൂർത്തി റിഫ്യൂസസ്. അങ്ങനെ പോലീസ് ബീറ്റ് ദം വിത്ത് ലാത്തീസ് ആൻഡ് അറസ്റ്റ്, ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. രചനയ, അതുപോലെ തന്നെ ലിംഗയ്യ, സിദ്ധയ്യ, ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ സ്കാറ്റേഡ് ചെയ്ത് പോവുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊട്ടസ്റ്റേഴ്സ് നമ്മുടെ കാന്തപുരയിലോട്ട് തന്നെ നടക്കുന്നു. അതുപോലെ തന്നെ വില്ലേജേഴ്സ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നിർത്തിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് വീക്കിൽ അവർ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഓൺ ദ വേ പീപ്പിൾ ഫ്രം നിയർ ബൈ ഏരിയാസ് അവർ ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിൽ അവരുടെ സഫറിങ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ മൂർത്തിയോട് വന്ന് പറഞ്ഞിട്ട് ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പോലീസുകാർ ചെയ്യുന്നത്, നമ്മുടെ സ്കിഫിംഗ്ടൺ എസ്റ്റേറ്റിലെ അവിടെയുള്ള കൂലീസിനെ ബ്രോണാസ് ടോഡി സ്റ്റാൻഡിൽ വന്നിട്ട് അവരെ മദ്യപിക്കാൻ നിർബന്ധിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഇവർക്ക് ഗാന്ധിയൻ മൂവ്മെൻറ്റുമായിട്ട് കുറച്ചൊക്കെ ഇൻസ്പയർ ആയതുകൊണ്ട് തന്നെ അവർ പോലീസ് പറഞ്ഞത് കേൾക്കാതെ അവർ ടു ജോയിൻ ദ പ്രൊട്ടസ്റ്റ് ഇൻസ്റ്റെഡ്. സോ ഈ ഒരു സമയത്ത് പോലീസിന് ഭയങ്കര വയലൻ്റായി അവരെ രംഗമ്മയും രത്നയും മൂർത്തിയും ഒക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, വയലൻ്റായിട്ട് ആക്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ കാന്തപുരയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഗാന്ധിയൻസ് ആർ ജോയിൻഡ് ബൈ മോർ കുലീസ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഫ്രം നിയർ ബൈ ഏരിയാസ്. ഇതുവരെ കാന്തപുരയിലെ ആളുകൾ മാത്രമാണെങ്കിൽ കാന്തപുരൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളും നമ്മുടെ മൂർത്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗാന്ധിയൻ ഫോളോവറായിട്ട് മാറുകയാണ്. സോ ഈ ഒരു മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ്ങറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം 24 ടോഡി സ്റ്റാൻഡ്സ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അങ്ങനെ നാഷണൽ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സോ ഓൺലി എ ഫ്യൂ ബ്രാഹ്മിൻസ് കണ്ടിന്യൂ ടു ഒപ്പോസ് ദ ഗാന്ധിയൻ മൂവ്മെൻറ്റ്. പിന്നീട് സംഭവിക്കുന്നത്, വളരെ കുറച്ച് ബ്രാഹ്മിൻസ് മാത്രമാണ് ഗാന്ധിയൻ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ദ റെസ്റ്റ് ഓഫ് ദി വില്ലേജസ് സ്റ്റോപ്പ് കോപ്പറേറ്റിംഗ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതൊരു പോസിറ്റീവ് നോട്ടാണ്. The police respond with more violence and secret arrest. So they block all village exits and arrest Murthy and Rangamma at night. രാവിലെ ചെന്നാൽ ചിലപ്പോൾ കിട്ടില്ല എന്നതിൽ കൊണ്ടായിരിക്കാം രംഗമ്മയും മൂർത്തിയെയും ചേർന്നിട്ട് സീക്രട്ടായിട്ട് നൈറ്റിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് പോലീസ് ബിഗിൻ അസാൾട്ടിങ് വിമൻ. വൺ ഓഫീസർ നിയർലി റൈപ്സ് രത്ന. ഓക്കെ, അപ്പോൾ പല രീതിയിലുള്ള അസാൾട്ടിങ്ങും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് കാന്തപുര വില്ലേജ് ടോട്ടലി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ നമ്മുടെ ബട്ടയുടെ ഹൗസൊക്കെ ബേൺ ചെയ്യുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നോക്കിയിട്ട് അവർ ടെമ്പിളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതൊരു പോലീസ്മാൻ കണ്ടപ്പോൾ അവർ ആ ടെമ്പിളിൽ ഓവർ നൈറ്റ് ടോട്ടലായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർ വന്ന് രക്ഷപ്പെടുത്തുന്നത് രാച്ചിയാണ്. രാച്ചി എന്ന് പറഞ്ഞത് ആരായിരുന്നു, നമ്മുടെ രചനയുടെ വൈഫായിരുന്നു അല്ലേ. അതായത് നമ്മുടെ മൂർത്തി
വില്ലേജിലെ കോൺഗ്രസിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിയ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലോട്ട് പോകുന്നില്ലേ, ആ വ്യക്തിയുടെ വൈഫാണ് കേട്ടോ രാജി. അങ്ങനെ ഇപ്പോൾ നമ്മൾ കഥയുടെ അവസാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? പ്രൊട്ടസ്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സമയത്ത് കാന്തപുര വില്ലേജിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പോലീസുകൾ അത് സ്ത്രീകളാണെന്നോ അല്ലെങ്കിൽ കുട്ടികളാണെന്നോ മുതിർന്നവരാണെന്നോ ഒന്നും നോക്കാതെ വളരെ ബ്രൂട്ടലായിട്ടാണ് എല്ലാവരോടും പെരുമാറിയത്. അങ്ങനെ അവർ പക്ഷേ എന്നിരുന്നാലും പ്രൊട്ടസ്റ്റേഴ്സൊക്കെ ഒരുപാട് മരണപ്പെട്ടു. പക്ഷേ അത് റിമൈൻ പീസ്ഫുൾ. ഈ ഒരു സമയത്ത് സ്ത്രീകളൊക്കെ ഈ മസാക്കറും വിറ്റ്നസ് ചെയ്തിട്ട് സാക്ഷിയായിട്ട് നിന്നിട്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജി തീരുമാനിക്കുകയാണ് കാന്തപുര ടൗൺ എന്ത് ചെയ്യാം, ബേൺ ചെയ്യാം, കത്തിക്കാം എന്നുള്ളത്. ആൻഡ് ഷീ ലൈറ്റ്സ് എ ബോൺ ഫയർ ആൻഡ് സെറ്റ്സ് ദ വില്ലേജ് ഓൺ ഫയർ. ഈ ഒരു സമയത്ത് സ്ത്രീകളൊക്കെ കാന്തപുരയിൽ നിന്നും അവർ മൗണ്ടൻസും ജംഗിൾസും ഒക്കെ ക്രോസ് ചെയ്തിട്ട് അവർ മാർച്ച് ചെയ്യാണ്. ആൻഡ് അവർ എത്തിച്ചേർന്നത് കാശിപുര എന്ന വില്ലേജിലാണ്. അങ്ങനെ അവിടെയുള്ള ആളുകൾ ഇവർ വിളിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ദി മഹാത്മ എന്നാണ് കേട്ടോ. ദ ആർ വെൽക്കംഡ് ആസ് പിൽഗ്രിംസ് ഓഫ് ദി മഹാത്മ ഇൻ എ വില്ലേജ് കോൾഡ് കാശിപുര. പിന്നെ ഒരു വർഷത്തിന് ശേഷം കേട്ടോ കഥ കഴിഞ്ഞു. അതായത് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാന്തപുര വില്ലേജിലെ ആളുകൾ വിജയിച്ചോ ഇല്ലേ എന്നുള്ളത്. സത്യത്തിൽ അവർ തോറ്റുപോയി എന്ന് പറഞ്ഞാലും പക്ഷേ ആ തോറ്റുപോയി എന്നുള്ളതിലാണ് അവരുടെ വിജയം ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ അച്ചാക്ക് പറയാണ് ദ വില്ലേജസ് ഹാവ് സ്കാറ്റേർഡ്, ചിഹ്നിച്ചത് അവർ വേറെ എവിടേക്കോ പോയിട്ട് പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മൂർത്തി പ്രിസണിൽ നിന്ന് റിലീസ് ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഗാന്ധിയോടുള്ള ആ ഒരു ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം നെഹ്റൂസ് മൂവ്മെൻറ്റിൽ, അതായത് വെൽത്ത് ഇക്വാലിറ്റി, നെഹ്റൂസ് മൂവ്മെൻറ്റ് ഫോർ വെൽത്ത് ഇക്വാലിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണ്. രംഗമ്മ ഇപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ നമ്മുടെ കാന്തപുര വില്ലേജിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കാന്തപുര വില്ലേജിന് ബോംബെയിലുള്ള സിറ്റി പീപ്പിളിന് സോൾഡ് ചെയ്തു വിറ്റു. അവിടെ ആകെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ രാംജെ ഗൗദെ പട്ടേൽ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് പിന്നീട് കാന്തപുരയിലോട്ട് മടങ്ങിയത്.